ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. ചെങ്ങന്നൂർ നാദർശാണ് വന്നിരിക്കുന്നത്. ഫ്ലൈ ഫിഷിങ്ങിൻ്റെ, അതായത് വാഹ ചെറുമീനെ കാസ്റ്റ് ചെയ്ത് പിടിക്കുന്ന ആളാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെ വീഡിയോ എടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം നമ്മളെ ഇന്ന് എടുക്കുന്ന വീഡിയോ എന്ന് പറയുന്നത്, നമ്മളിവിടെ കൂട് വെച്ചിട്ടുണ്ട്. കൂട് വെക്കുന്ന വീഡിയോ വെച്ച് കൂട് പൊക്കി മീനെടുക്കുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കൂടെ ആദർശമുണ്ട്. എനിക്കും അതുപോലത്തെ കാഴ്ചകൾ കാണാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണെന്ന് അറിയാം. മീൻപിടുത്തം ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണെന്ന് അറിയാം. അപ്പം അങ്ങനത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞാൻ ചോദിച്ചിട്ട് വന്നതാണ്. അപ്പം ഒരുപാട് സന്തോഷം. മീൻപിടുത്തം നമ്മൾ ആദർശിന്റെ കൂടെ നമുക്ക് തകർത്തേക്കാം. ഞാനും ആദർശം കൂടെ കൂട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കൂട് വെച്ചിരിക്കുന്നത് ഇവിടാണ്. ആദർശുണ്ട്. ആദർശ് വള്ളത്തെ കയറി ഇരിക്കുകയാണ്. അപ്പം ഞാൻ വെള്ളത്തിലിട്ടിറങ്ങാനുള്ള ഒരു പരിപാടിയാണ്. വെള്ളത്തിലിറങ്ങാതെ കൂട് പൊക്കാനൊക്കത്തില്ല, അതുകൊണ്ട് ഞാൻ വെള്ളത്തിലിറങ്ങാം. ആദർശ് വെള്ളത്തിലിരിക്കുക, ഞാൻ നേരെ വള്ളത്തിൽ നിന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണ്. നമ്മൾ വെള്ളത്തിലിറങ്ങിയ എപ്പോഴും കൂട് എടുക്കുന്നത്. ഇവിടുത്തെ കൂട് വെള്ളത്തിൽ ഇറങ്ങാതെ പറ്റുകയില്ല, അതുകൊണ്ട്. അപ്പം അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പൊ ഒരു കാര്യം മറന്നു, മൈക്കിന്റെ കാര്യം മറന്നുപോയി. മൈക്ക് ഊരി നമ്മളിത് ഇവിടെ വെക്കുക. അങ്ങ് പോണം, മറയുടെ അവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കൂടല്ല, രണ്ട് കൂടാണ് ഇവിടെ ഇരിക്കുന്നത്. ആദ്യത്തെ ഒരു കൂട് നമുക്ക് ഇവിടുന്ന്. ആ കൂടിനകത്ത് മീനുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് നമ്മള്. കൂടിനകത്ത് മീന് ഇന്നലെ രാവിലെ നമ്മൾ വെച്ച കൂടാണ്. മീൻ കാണും. അടിപൊളി പള്ളത്തിയും പരലുമാണ്. ഇതല്ലേ കണ്ട പരല്, നമുക്ക് പരലാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ പള്ളത്തിയും ഉണ്ട്. എപ്പോഴും ഒത്തിരി സമയത്ത് പൊക്കി വെച്ചാൽ അതുകൊണ്ട് നമ്മൾ ഇതിനെ നേരെ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന പാത്രത്തിലേക്ക് ഇടുകയാണ്. കണ്ടോ? അടിപൊളി. എങ്ങനെയുണ്ട്? അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ ഇതാണ് കേട്ടോ. നമ്മുടെ പരലും പള്ളത്തി വെക്കുന്ന പറഞ്ഞോണ്ടല്ലോ, വറുത്ത് കഴിക്കാനും നമ്മുടെ പീര വെക്കാനും ഒക്കെ നല്ല രസിക മീനുകളാണ്. അപ്പം എനിക്ക് വലിയ മീനുകളെക്കാളും ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ചെറിയ മീൻ തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം കൂടെ നിങ്ങളൊന്ന് പറഞ്ഞേക്ക്. ചെറിയ മീൻ കറി വെക്കുന്നതാണ് ഇഷ്ടം. ആണോ? ചെറിയ മീന് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കൂട് പൊക്കിയിട്ട് വരുമ്പോൾ ചെറിയ പള്ളത്തി, ചെറിയ പള്ളത്തില്ല, പള്ളത്തി ഇന്ന് വറക്കാനാണ് ഞാൻ വീട്ടിൽ ഓലാമ്മയോട് പറഞ്ഞിരിക്കുന്നത്. നമ്മള് ചരുവത്തി വല കെട്ടിരിക്കുന്ന മീന് ജീവനോടെ കിടക്കുന്ന വെള്ളം ഇടാനാണ്. വെള്ളത്തിൽ ഇത് മീൻ കിടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കൂടെ മീൻ ചാടിപ്പോവുകയും ചെയ്തത്. അപ്പം ആ ചരുവത്തിന്റെ സെറ്റപ്പ് അതാണ് കേട്ടോ. അതായത് മീൻ ചാടി പോവുകയും ചെയ്തത്. ഈ ചെറിയ മീനുകളൊക്കെ ഒത്തിരി ചാടിപ്പോഞ്ഞാൽ കണ്ടോ. പിന്നെ അങ്ങനെ ആ ചെറിയ മീനുകളെ മൊത്തം നമ്മൾ കൊണ്ടുവന്ന് ആ ചരുവത്തിനകത്ത് ആക്കിയിട്ട് കണ്ട. ഇനിയിപ്പോ നമ്മള് വല ഇങ്ങനെ വെച്ചിട്ട് നേരെ വെള്ളത്തിലോട്ട് എടുത്ത് വള്ളത്തിൽ കളി ഒരെണ്ണമല്ലേ ഉള്ളൂ. ഒരെണ്ണല്ലേ ഇപ്പൊ വള്ളത്തിൽ കറി വെക്കാൻ പോവുക. അപ്പൊ ഇത് നമ്മള് നേരെ വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഇത് ചത്തുപോകും. ഇതിപ്പോ ഇങ്ങനെ മുക്കി അങ്ങിട്ടേക്കോ? ആ ആദ്യം പൊക്കിയ കൂടിനകത്ത് തിരക്കിട്ടില്ലാതെ നമുക്ക് മീൻ കിട്ടി. നമുക്ക് ഈ കൂടിനകത്ത് ഇത് മാത്രം മീൻ കിട്ടുന്നു. വള്ളത്തിൽ മരലും തന്നെയാണ് കൂടുതൽ. ഇത് നമ്മള് മറ്റേ ചരുവത്തിലോട്ട് തന്നെ ഇടാം. ഇതിങ്ങനെ ഇരിക്കട്ടെ. ബോട്ടിന്റെ ഓളം ഭയങ്കരമാണ്. ഇപ്പം കിട്ടിയ ഇപ്പം വെച്ച പൊക്കിയ കൂട്ടിനകത്തെ മീനും കൂടെ ഇതിനകത്ത് ഈ ചരുവത്ത് നമുക്ക് ഇടാം. ഇതിനകത്ത് പള്ളത്തിയും പരലുമാണ്. അപ്പൊ നമ്മളിപ്പോ ഈ രണ്ട് കൂട് നമ്മൾ പൊക്കി, ഈ രണ്ട് കൂടും വീണ്ടും ഇവിടെ തന്നെ വെക്കുക. അടുത്ത ഇപ്പൊ നമ്മൾ രണ്ട് കൂട് പൊക്കി കഴിഞ്ഞ്, രണ്ട് കൂട് ഇവിടെ ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് പൊക്കാം.
ഞാൻ അങ്ങനെ മൂന്നാമത്തെ നമ്മുടെ കൂട് പൊങ്ങി വന്നപ്പോൾ അതിനകത്തുള്ള മീനുകളെ കണ്ടോ? ഇതിനകത്ത് പരലാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. നല്ല സ്വയംഭം പരലുകൾ. ഇത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മുടെ ചരുവത്തിലേക്ക് ഇടാനുള്ള പരിപാടി ചെയ്യാം. ഇത് ഒത്തിരി സമയം പൊക്കി വെച്ചോണ്ടിരുന്നാലേ ചത്തുപോകും. അതുകൊണ്ടാണ് നമ്മളതിന് വീഡിയോയിൽ ഒരുപാട് കാണിച്ചു തരാത്തത് കേട്ടോ. നമ്മൾ ഈ കൂട്ടിനകത്ത് പരലാണ് ഇതിനകത്ത് കൂടുതൽ. ഇത് നമ്മൾ നേരെ നമ്മുടെ ഇതിനെ കൊല്ലിന്നല്ലേ പറയുന്നത്, അതിനൊരു കൂട് വല കെട്ടിയിരിക്കുന്ന ശരീരത്തിലോട്ട് കണ്ട നമ്മുടെ മീനുകളെ എങ്ങനെ എടുത്തെടുത്തിടുകയാണ്. അപ്പം നമുക്ക് നല്ല അടിപൊളി പരലുകൂട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. കൈയിട്ട് എടുക്കുമ്പോൾ ഇച്ചിരി റിസ്ക് ഉണ്ട് കേട്ടോ. അതുപോലെ ചില്ലാങ്കൂരിയാണ്. അപ്പൊ ഇതിനകത്തിരിക്കുന്ന ചില്ലാനൊക്കെ ഉണ്ട്, അതിനകത്തുണ്ട്, വലയിൽ ഉടക്കിടപ്പുണ്ട്. പിന്നെ ഇതിന് പിന്നെ കൊണ്ടുകഴിഞ്ഞാൽ ഭയങ്കര വേദന. ഇങ്ങനെ കണ്ട ഈ പള്ളത്തി ഭയങ്കര ഇഷ്ടമാണ്. ടേസ്റ്റുള്ള മീനാണ് പള്ളത്തി. എനിക്ക് ഈ മീൻപിടുത്തമൊക്കെ ഇഷ്ടമായിട്ടുണ്ടല്ലോ. നമ്മൾ ഈ ചാടിപ്പോകുന്ന മീനെ പറക്കാനും കൂടെ നിൽക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഇത് നമുക്ക് ശകലം സമയത്തേക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ. ഗുണം എന്താ അറിയോ? നമുക്ക് ഈ മീനെല്ലാം പിടിച്ച് കഴിയുമ്പോൾ കെട്ടിയിട്ട് കണ്ട് ഇതുപോലെ വെള്ളത്തിൽ മുക്കിയിട്ടിടുക. അപ്പം നമുക്ക് വേറെ പോയി മീൻ പിടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഈ സാധനം സേഫായിട്ട് കിടന്നുള്ളൂ. ഇതുകൊണ്ട് അങ്ങനെ വള്ളത്തെ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചൂണ്ട കെട്ടാനുള്ള വാളയ്ക്ക് വേണ്ടി, വാള പിടിക്കുന്നതിന് വേണ്ടിയുള്ള തീറ്റയ്ക്ക് വേണ്ടിയാണ്. ചെറിയ തീറ്റയാണ്. ആ കൂട്ടത്തിൽ പരല് കിട്ടുന്നത്, അല്ല പള്ളത്തിൽ കിട്ടുന്നത്. അപ്പൊ തീരെ ചെറിയ മീനൊന്നും നമ്മുടെ വലയ്ക്ക് ഇതിനകത്ത് കിട്ടത്തുമില്ല. കൂടിനകത്ത് നെറ്റ് കെട്ടിയിരിക്കുന്ന വല കണ്ണി അകലമുള്ള വലയാണ്. തീരെ ചെറിയ മീൻ കിട്ടത്തില്ല. ഒരു ഇടത്തരത്തിൽ മേലുള്ള മീനുകളെ കിട്ടാറുള്ളൂ കൂടുതൽ. അടുത്ത കൂട് എടുക്കുക. ഈ കൂടിരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഇതുപോലൊരു പാലമൊക്കെ ഉള്ളതിന്റെ അടിയിലാണ് നമ്മൾ കൂട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് മീനുണ്ടോ? പിന്നെ മീൻ കിട്ടാതെ എവിടെ പോവാനാ? കുറുവായും പരലുമാണ് ഇതിനകത്ത്. കണ്ടോ, അടിപൊളി കുറുവായും പരലും. ഞാൻ വെള്ളത്തിലോട്ട് വെക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ കൂട്ടിനകത്ത് കുറുവ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ബക്കറ്റിനകത്ത് വെള്ളം എടുത്തിട്ട് ഇതിനകത്തോട്ടാണ് ഇടുന്നത്. കുറുവ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ മറ്റേ ചരുവത്തിലേക്ക് മീന് പരലിനെ മാറ്റാം. ഇതിനകത്ത് നല്ലതായിട്ട് മീനുണ്ട്. പരലിപ്പോഴേ ചാടാൻ തുടങ്ങി. കണ്ടോ, ഇതിനകത്ത് മീൻ കണ്ടോ, കുറുവയാണ് കൂടുതൽ. നമ്മളെ കുറുവ നമ്മൾ സാധാരണ ചൂണ്ട കുത്താറില്ല. ഈ ചൂണ്ടപ്പരല് മാത്രമേ നമ്മൾ കുത്തത്തുള്ളൂ. കാര്യം എന്നാണെന്ന് വെച്ചാൽ കുറുവ വാള അത്രയും വെട്ടൽ കുറവാണ്, വാള അടിക്കുന്നത് കുറവാണ് കുറുവ. നമ്മുടെ ചരുവത്തിലായിട്ട് വീണ്ടും മീനിടാൻ പോവാണ്. കുറുവ അതിനകത്ത് ഇടുന്നില്ലല്ലോ. ഇല്ല. അപ്പൊ ഈ കുറുവയെ കൊടുത്തിട്ട് വാള കിട്ടത്തില്ല. വാള കിട്ടും, അത് കുറുവ അങ്ങനെ വാളയ്ക്ക് വേണ്ടി കൂടുതൽ ഉപയോഗിക്കാറില്ല. പണ്ട് മുതലേ ഉള്ള കാര്യങ്ങളായിരിക്കും ഇതൊന്നും. നമ്മൾ ഇപ്പോഴും കുറുവ ഉപയോഗിക്കുന്നില്ല. നമ്മളേ കിട്ടിയ കുറുവ ചാകാതെ കിടക്കട്ടെ. നമുക്ക് വെള്ളം ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് വെള്ളത്തിലേക്ക് ഇടുക. അർച്ചേ, എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം? അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അടിപൊളി മീൻപിടുത്തം. കൈയൊന്നും നമുക്ക് മീനൊന്നും കയ്യിലായ ഒരു വിഷയമുള്ള ആളല്ല. സൂപ്പറായില്ലോ? സൂപ്പറായി. ഭയങ്കര സന്തോഷം. ഒരുപാട് സന്തോഷം കേട്ടോ. ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മളെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഇന്ന് കൂട് വെക്കാൻ വന്നിട്ട് കണക്കിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷയിൽ കൂടുതൽ മീനാണ് കിട്ടിയത്. കൂടുതലും പരല്, കുറുവ, പള്ളത്തി, ഇത്ര മീനാണ് കിട്ടിയത്. ഇത് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഇതിനകത്ത് പള്ളത്തി തിരിഞ്ഞ് മാറ്റുന്നുണ്ട്. അപ്പം നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇന്ന് കൂടെ ആദർശ് വന്നിരിക്കുന്നതുകൊണ്ട് ഒരു വലിയ സന്തോഷമുണ്ട്. എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ. അപ്പം വളരെ സന്തോഷം. ഒരുപാട് നല്ലൊരു അനുഭവം രണ്ടുകൂടെ പങ്കുവെക്കാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷം. അപ്പം ഗുഡ് ബൈ. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ കമന്റ് ഇടുന്ന് പറഞ്ഞേക്കണം. ഓക്കെ, ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.